കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. എന്തു ചെയ്താലും അവിടെയെല്ലാം കാര്യവിഘ്നങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല സ്മൂത്തായിട്ട്. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഏത് പ്രവൃത്തിയിലും തുടക്കം തന്നെ വിഘ്നങ്ങളാണ്. എന്ത് ചെയ്താലും തടസ്സം. പിന്നെ ആ തടസ്സം മാറ്റാൻ ഒരു കാര്യം, വേറൊരു കാര്യം, അങ്ങനെ ചെയ്ത് തടസ്സങ്ങൾ മാറുന്നു. എന്ത് ചെയ്താലും തടസ്സം. എല്ലാം അവസാനിച്ചു എന്ന് തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൈവിട്ടു പോകുന്നൊരവസ്ഥ. ഇതൊക്കെ ആദ്യം നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ആ സമയത്ത് നമ്മൾ ചിലവർ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ഓടും. ജാതകത്തിലെ ദശാകാലവും മഹാദശാകാലവും നമ്മൾ ഗോചരവും ഒക്കെ നോക്കുക. ദശാകാലം ഏതാണ്, മഹാദശാകാലം ഏതാണ്, ഇതിൽ ഈ ദശാകാലത്തെ ഈ ദശയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹത്തിന് ഏതെങ്കിലും മോശമായ അവസ്ഥയുണ്ടോ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഗോചരവശാൽ ഇപ്പോൾ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അത് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ, ഇതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കുജൻ ലഗ്നത്തിലാണ് എങ്കിൽ എന്തായാലും നമ്മുടെ ജാതകത്തിൽ കുജൻ ലഗ്നത്തിൽ പോയി നിന്നാൽ ഏത് പ്രവൃത്തിയിലും തടസ്സങ്ങളുണ്ടാവും. ഏത് പ്രവൃത്തി തുടങ്ങി വെച്ചാലും അവിടെ തടസ്സങ്ങളുണ്ടാവും. ഉന്നത പഠനമാവട്ടെ, തൊഴിലാവട്ടെ, മറ്റു കാര്യങ്ങളാവട്ടെ, ബിസിനസ് ആവട്ടെ, എന്തും ആയിക്കോട്ടെ. പിന്നെ അതുകൂടാതെ ഈ പറയുന്ന രീതിയിൽ കുജൻ ലഗ്നത്തിൽ വന്നാൽ ചെറിയൊരു ശസ്ത്രക്രിയ ഉണ്ടാവാം, ചെറുതായിട്ട് ഏതെങ്കിലും ഒരു അപകടങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് കുജൻ്റെ ആ ഒരു രീതി, കുജൻ്റെ അതിന് നമ്മൾ വേണ്ട രീതിയിൽ പരിഹാരം ചെയ്ത് കുജദോഷം അകറ്റാൻ നോക്കുക. കുജൻ ലഗ്നത്തിലാണെങ്കിൽ തടസ്സങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് ഏത് പ്രവൃത്തിയിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കുജന് പരിഹാരം ചെയ്യാം. കുജൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് അനുകൂല ഭാവം തരും. പക്ഷേ എന്താണ്, ലഗ്നത്തിലായതുകൊണ്ട് നമുക്കവിടെ തടസ്സങ്ങൾ വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വേണ്ട രീതിയിൽ കുജന് പരിഹരിച്ചതിന് ശേഷം നമ്മൾ പരദേവതകൾക്ക് പ്രീതി വരുത്തുക. കുജൻ ഓജരാശിയാണോ യുഗ്മരാശിയാണോ എന്ന് നോക്കാം. ഓജരാശിയാണോ ഉഗ്മരാശിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതകൾക്ക് പ്രീതിപ്പെടാൻ നോക്കാം. പ്രത്യേകം ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാം. ഗണേശാഷ്ടകം നമ്മൾ നിരന്തരം 36 ഉരുവൊക്കെ ഗണേശാഷ്ടകം ജപിക്കാം. ക്ഷിപ്ര ഗണപതി മന്ത്രം കാര്യസാധ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. ക്ഷിപ്ര ഗണപതി മന്ത്രം അത് നമുക്ക് ഒരു ദിവസവും ഒരു 108 ഒരു ക്ഷിപ്രഗണപതി മന്ത്രം ജപിക്കാം. ഈ ഗണപതി മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മൂർത്തിയുടേതായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വേഷവിധാനങ്ങളോ ധരിക്കണമെന്ന് പറയുന്നുണ്ട്. ക്ഷിപ്രഗണപതി മന്ത്രമൊക്കെ നമ്മൾ 108 ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ജപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യസാധ്യം നടന്നിരിക്കും. അപ്പോൾ ഏതൊരു കാര്യത്തിനും തടസ്സമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ദശാകാലവും അന്തർദശാകാലവും ഗോചരവശാലുള്ള കാലവും പരിശോധിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഗോചരവശാലുള്ള ഗ്രഹങ്ങളുടെ അപ്പോഴത്തെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് അത് ദോഷമാണെങ്കിൽ അതിന് പരിഹാരം ചെയ്ത് പിന്നീട് നമ്മൾ ധർമ്മദേവതകൾക്കും പരദേവതകൾക്കൊക്കെ പരിഹാരം ചെയ്ത് കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കാം.